മുൻ വി.സി. ഗോപിനാഥ് രവീന്ദ്രനെതിരെ വീണ്ടും ആരോപണം. ജിയോഗ്രഫി അസിസ്റ്റന്റ് പ്രൊഫസർ ഓൺലൈൻ ഇന്റർവ്യൂവിൽ ചട്ടം ലംഘിച്ചുവെന്നാണ് പരാതി. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് ഗവർണർക്ക് പരാതി നൽകിയത്. മുൻ വി.സി. നടത്തിയ മുഴുവൻ നിയമനങ്ങളും പരിശോധിക്കണമെന്നും ആവശ്യം. സുപ്രീം കോടതി അയോഗ്യനാക്കിയ മുൻ വി.സിക്കെതിരെ ആരോപണങ്ങൾ തുടർക്കഥയാവുകയാണ്. ജിയോഗ്രാഫി അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ നടന്ന ഇന്റർവ്യൂ അംഗീകരിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് പരാതി നൽകിയത്. ഇതിൽ 1ാം റാങ്ക് ലഭിച്ച ഉദ്യോഗാർത്ഥിയുടെ ഗവേഷണ ഗൈഡ് തന്നെയാണ് ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല, മുൻ വി.സി. ഗോപിനാഥ് രവീന്ദ്രനാണ് ഇന്റർവ്യൂ നടത്തിയിരുന്നത്. എന്നാൽ അയോഗ്യനാക്കിയതിനു ശേഷം മറ്റൊരു പ്രൊഫസറെ ഇന്റർവ്യൂ ചെയ്യാൻ ചുമതലപ്പെടുത്തുകയും ചെയ്തു. വി.സി. സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കപ്പെട്ട ആൾക്ക് ഇത്തരത്തിൽ മറ്റൊരാളെ നോമിനേറ്റ് ചെയ്യാൻ അധികാരമില്ല. ഇത് തികച്ചും ചട്ടവിരുദ്ധമാണ്. കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ കഴിഞ്ഞ 2 വർഷങ്ങളായി നടത്തിയിരിക്കുന്ന കോവിഡിൻ്റെ മറവിൽ നടത്തിയിരിക്കുന്ന നിയമനങ്ങളെല്ലാം പാർട്ടി നിയമനങ്ങളാണ് എന്ന് KPCTയെയും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും പല തവണയായിട്ട് ആരോപിച്ചുകൊണ്ടിരുന്ന ഈ കാര്യങ്ങൾ അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സുപ്രീം കോടതി അദ്ദേഹത്തിനെതിരായിട്ട് വിധി പുറപ്പെടുവിക്കുന്ന അതേ ദിവസം വിധി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അവിടെയില്ല, വിജ്ഞാപനം പോലും സുപ്രീം കോടതി റദ്ദാക്കി കഴിഞ്ഞു. അദ്ദേഹം ഒരു പ്രൊഫസർക്ക് ചാർജ് കൊടുക്കുക, അദ്ദേഹത്തിന് എങ്ങനെയാണ് അതിനുള്ള അധികാരം? ഒരു പ്രൊഫസർക്ക് ജിയോഗ്രഫി ഇന്റർവ്യൂ നടത്താൻ വേണ്ടി ചാർജ് കൊടുക്കുകയാണ്. കോവിഡിന്റെ അതിപ്രസരം കുറഞ്ഞതിന് ശേഷം മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളിലും ഓൺലൈൻ ഇന്റർവ്യൂ നിർത്തിയിരുന്നു. എന്നാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഓൺലൈൻ ഇന്റർവ്യൂ തുടർന്നു വരികയായിരുന്നു. ഇന്റർവ്യൂ നേരിട്ട് നടക്കാത്തതിനാൽ ഇന്റർവ്യൂവിൽ ആരെല്ലാം പങ്കെടുക്കുന്നുണ്ടെന്ന് പോലും മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് അറിയാൻ കഴിയുന്നില്ല. ബോധപൂർവമാണ് ഇത്തരത്തിൽ ഇന്റർവ്യൂ നടത്തുന്നത്. തന്നിഷ്ടക്കാരെ നിയമിക്കാനുള്ള തന്ത്രമാണിതെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ അധികൃതർ പറഞ്ഞു. പുനർനിയമനത്തിന് ശേഷം മുൻ വി.സി. ഗോപിനാഥ് രവീന്ദ്രൻ നടത്തിയ എല്ലാ നിയമനങ്ങളും പുനഃപരിശോധിക്കണമെന്നും ആവശ്യമുണ്ട്. ജനം, കണ്ണൂർ.